ഒരു ചെറിയ ഭംഗിയുള്ള ഗ്രാമത്തിൽ സോംനാഥ് തന്റെ ഭാര്യ ശാന്തി പിന്നെ മകൻ കവിരാജിനോടൊപ്പം ജീവിച്ചു വന്നു. സോംനാഥിന്റെ കുടുംബം വളരെ സന്തോഷമുള്ളതായിരുന്നു. അമ്മേ, കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പൊന്നു മോനെ, നീ നന്നായിട്ട് പഠിച്ച് ഞങ്ങളുടെ പേര് രക്ഷിച്ചിരിക്കുന്നു. ഇതുപോലെ നന്നായിട്ട് നീ പഠിക്കണം. ഇതുപോലെ പഠിച്ച് വലിയ ആളായിട്ട് ആകണം നീ. അവരുടെ കുടുംബത്തിൽ പണത്തിനും കുറവില്ല, പിന്നെ സന്തോഷത്തിനും ഒട്ടും കുറവില്ല. പക്ഷെ പറയുമല്ലോ, ഒരു കുറവുമില്ലാതെ ഒരു കുടുംബത്തിനെയും ദൈവം വിട്ടുവെക്കില്ലെന്ന്. ഒരു ദിവസം ശാന്തിയും സോംനാഥും അവരുടെ സ്വന്തക്കാരെ കാണാനായി വേറൊരു ഗ്രാമത്തിലേക്ക് ചെന്നു. വീട്ടിൽ കവിരാജ് തനിച്ചായിരുന്നു. സമയം പതുക്കെ പതുക്കെ രാത്രിയായി. ഈ നേരത്തിന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടാവണല്ലോ. എന്താ അവര് വരാത്തത്? കവിരാജ് ഒരുപാട് പേടിച്ചു പോയി. ഒരുപാട് സമയമായിട്ടും അവർ രണ്ടുപേരെയും കണ്ടില്ല. അതുകൊണ്ട് കവിരാജ് വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഇരുന്ന് കാത്തുകൊണ്ടേയിരുന്നു. സമയം പാതിരാത്രിയായി. ഇതുവരെ സോംനാഥും ശാന്തിയും വീട്ടിലേക്ക് വന്നില്ല. പേടിച്ചു പോയ കവിരാജ് തൊട്ടടുത്തുള്ള ശ്യാം അങ്കിളിനെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് വീട്ടിന്റെ കതക് തട്ടി. എന്തു പറ്റി മോനെ? അച്ഛനും അമ്മയും രാവിലെ പോയതാണ്. പോയിട്ട് വൈകുന്നേരം തന്നെ വരാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ രാത്രിയായല്ലോ. ആരെങ്കിലും സ്വന്തക്കാരെ വീട്ടിൽ താമസിക്കായിരിക്കും മോനെ? ഇല്ല ചേട്ടാ, അച്ഛനും അമ്മയും ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടേ ഇല്ല. അവര് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ വേഗം തന്നെ തിരിച്ചു വരും. എനിക്ക് പേടിയാവുന്നുണ്ട് ചേട്ടാ. ശരി മോനെ, നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി നോക്കിട്ട് വരാം. ശ്യാം അങ്കിൾ തന്റെ ബൈക്ക് എടുത്തുകൊണ്ടുവന്നു. പിന്നെ കവിരാജ് അദ്ദേഹത്തിന്റെ പുറകിൽ കയറിയിരുന്നു. ഏത് ഗ്രാമത്തിലാണ് പോയിരിക്കുന്നത്? നന്ദ്ഗഡ്. ശരി, വാ നമുക്ക് പോവാം. ശ്യാം ബൈക്ക് ഓട്ടിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും നന്ദ്ഗഡിലേക്ക് ചെല്ലുന്നതിന് മുൻപ് റോട്ടിൽ ഒരുപാട് പേര് നിൽക്കുന്നത് അവർ കണ്ടു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്യാമും കവിരാജും ആ ആക്സിഡന്റ് സ്പോട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് രാത്രി 9 മണിക്ക് അവിടെ ഒരു ആക്സിഡന്റ് നടന്ന കാര്യം അവർ അറിഞ്ഞത്. ഇത് കേട്ട് കവിരാജ് പേടിച്ചു പോയി. പേടിക്കണ്ട, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താന്ന് നമുക്ക് പോയി നോക്കാം. ശ്യാമു അങ്കിൾ കവിരാജിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ആക്സിഡന്റിനെ കുറിച്ച് ശ്യാം അങ്കിൾ ചോദിച്ചു മനസ്സിലാക്കി. സോംനാഥെന്നും ശാന്തിയെന്നും ഒരു പേഷ്യന്റും ഇല്ല. കവിരാജിന് മനസ്സിലായി അമ്മയും അച്ഛനും ഒരു കുഴപ്പവും ഇല്ലെന്ന്. കുറച്ചുപേർ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ മോർച്ചറിൽ ചെന്ന് നോക്കൂ. കവിരാജും ശ്യാമും വളരെ സങ്കടത്തോടെയും പേടിയോടെയും മോർച്ചറിയിലേക്ക് ചെന്നു. എന്താ പേര്? സോംനാഥ്, പിന്നെ ശാന്തി. ഇതില് സൈനഡ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം നീ ബോഡി വാങ്ങിച്ചിട്ട് പോയിക്കോ. കവിരാജിന് വളരെ സങ്കടമായി. അവൻ സങ്കടത്തോടെ കരയാൻ തുടങ്ങി. ശ്യാം കവിരാജിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കവിരാജിന്റെ ജീവിതം തന്നെ മാറിപ്പോയി. ആ രാത്രി കവിരാജിന്റെ സന്തോഷത്തിന്റെ അവസാനത്തെ രാത്രിയായിരുന്നു. അടുത്ത ദിവസം സോംനാഥിന്റെയും ശാന്തിയുടെയും ശരീരം അവരുടെ വീട്ടിലേക്ക് വന്നു. സ്വന്തക്കാരും മറ്റുള്ളവരും ചേർന്ന് സോംനാഥിന്റെയും ശാന്തിയുടെയും അന്ത്യപരിഹാരങ്ങൾ ചെയ്യാനുള്ള തുടക്കങ്ങൾ തുടങ്ങി. ഇന്നലെ വരെ സന്തോഷമായിരുന്ന കവിരാജിന്റെ കുടുംബം ഒറ്റ ദിവസം രാത്രി കൊണ്ട് നശിച്ചുപോയി. ദിവസങ്ങൾ കടന്നുപോയി. കവിരാജ് സ്വയം സമാധാനപ്പെടുത്തി. ഇപ്പോൾ അവൻ ഒരു അനാഥനായി മാറി. അവൻ അച്ഛനമ്മയുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു. അവന്റെ സ്വന്തക്കാർ ആരും തന്നെ അവനെ അംഗീകരിച്ചില്ല. അതുകാരണം ഇപ്പോൾ അവൻ തന്നെ അവനെ നോക്കേണ്ടി വന്നു. കവിരാജ് ഒരു ഹോട്ടലിൽ ജോലിക്കായി പോയി. ഹോട്ടൽ മുതലാളി കവിരാജിന് ആഹാരവും നൽകി, പിന്നെ ജോലിക്കുള്ള കാശും നൽകി. കവിരാജ് അങ്ങനെ ജീവിച്ചു പോയി. പക്ഷെ അവൻ സന്തോഷവാനായിരുന്നില്ല. ഈ ജീവിതം ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? എന്റെ കൂടെ ആരുമില്ലല്ലോ. എന്റെ കൂടെ ആരും സംസാരിക്കുന്നുമില്ല. ആരും എന്നെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ലായിരുന്നു. ആർക്കും എന്നെ സ്നേഹിക്കുന്നുമില്ലായിരുന്നു. ഈ ജീവിതത്തിൽ ജീവിക്കുന്നേക്കാളും നമുക്ക് മരിച്ചു പോകുന്നതാണ് നല്ലത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് കവിരാജ് ഒരു മലയുടെ മുകളിലേക്ക് ചെന്നു. അവൻ ചാടാനായി ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് അവന്റെ മുൻപിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കവിരാജ്. ചെയ്താൽ എന്തായിരുന്നു? എന്റെ ജീവിതത്തിൽ ഇനി ബാക്കി എന്താ ഉള്ളത്? എന്നെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ അച്ഛനമ്മയും നിങ്ങൾ കൊണ്ടുപോയല്ലോ. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോലും വല്ലാതെ കഷ്ടപ്പെടുകയാണ്. കവിരാജ്, എന്നെ കൊണ്ട് നിന്റെ അച്ഛനെയും അമ്മയും നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ നിനക്ക് നല്ലൊരു വരം നൽകാൻ എനിക്ക് പറ്റും. നല്ലോണം ആലോചിച്ച് നീ ചോദിക്കേ. കവിരാജ് ആലോചിക്കാൻ തുടങ്ങി. എന്റെ ഗ്രാമത്തിലുള്ളവരും എന്റെ ഗ്രാമത്തിലുള്ള കുടുംബക്കാരൊക്കെ എന്നെ എന്തിനാ വെറുക്കുന്നത്? എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ? എനിക്കിപ്പോ എന്താ ആവശ്യം വെച്ചാൽ എനിക്ക് അളവ് അത്ര കുറെ കാശ് ഉണ്ടാവണം. പിന്നെ എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ദേവി,
എനിക്ക് നിങ്ങൾ ഈ വരം തരാൻ പറ്റുമോ? ഞാൻ ഏത് സ്വർണം മാറണമെന്ന് വിചാരിക്കുന്നോ അത് സ്വർണമായിട്ട് തന്നെ മാറണം. തഥാസ്തു. ദേവി കവിരാജിനെ വരം നൽകിയിട്ട് അവിടെ നിന്നും പോയി. ഇപ്പോൾ കവിരാജ് സന്തോഷവാനായി. ഇപ്പോൾ അവന്റെ ജീവിതം മാറുമെന്ന് അവൻ വിശ്വസിച്ചു. എല്ലാരും അംഗീകരിക്കുമെന്ന് അവൻ കരുതി. എന്നിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. ആദ്യം തന്നെ നമ്മൾ ഈ വീട് മുഴുവനും സ്വർണമായിട്ട് മാറ്റണം. എന്റെ ആഗ്രഹം ഈ വീട് മുഴുവനും സ്വർണമായിട്ട് മാറണം. കവിരാജ് ഇത് പറഞ്ഞതും തന്നെ അവന്റെ ആ പഴയ വീട് ഒരു സ്വർണ്ണ വീടായി മാറി. വീട് മാത്രമല്ല, വീടിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും സ്വർണമായി മാറി. വാവ്, ഇപ്പോൾ എന്റെ അടുത്ത് കുറെ സ്വർണങ്ങളുണ്ട്. ഞാൻ വലിയ പൈസക്കാരനായി. ഇപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്നെ തന്നെ കാണാൻ വരും. പിന്നെ അത് സംഭവിച്ചു. കവിരാജിന്റെ ആ സ്വർണ്ണ വീട് ജനങ്ങളുടെ കണ്ണുകളിൽ തിളങ്ങാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം ഒരുപാട് ആൾക്കാർ കവിരാജിനെ കാണാൻ വന്നു. എന്റെ മോനെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിന്റെ മൊത്തം വീടും സ്വർണമായിട്ട് മാറിപ്പോയല്ലോ. ആ അങ്കിൾ, എനിക്ക് വരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് വിചാരിക്കുന്നോ അതെനിക്ക് സ്വർണമായിട്ട് മാറ്റാൻ പറ്റും. ഇത് കേട്ട് ജനങ്ങൾ തങ്ങൾക്ക് താനെ സംസാരിക്കാൻ തുടങ്ങി. അത് സത്യമാണെങ്കിൽ നീ വെച്ചിരിക്കുന്ന ഈ വരം കൊണ്ട് നമ്മുടെ ഗ്രാമം മുഴുവനും നീ സഹായിക്കണം മോനെ. നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നീ മുഴുവനും ഞങ്ങൾക്ക് ദൈവമായിട്ട് കാണാൻ പറ്റും മോനെ. പിന്നെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാകും. ശരി, ഇപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? മൊത്തം ഗ്രാമം നീ സ്വർണമായിട്ട് മാറ്റിക്കോളൂ. പിന്നെ എല്ലാവരുടെ പാവപ്പെട്ടതിനും പോവും. പിന്നെ എല്ലാരും പൈസക്കാരനായിട്ടും ഉണ്ടാവും. ശരി ചേട്ടാ, എന്നാ ഞാൻ വരം തരാം. ഈ മുഴു ഗ്രാമനും സ്വർണമായിട്ട് മാറട്ടെ. കവിരാജ് അങ്ങനെ പറഞ്ഞത് തന്നെ പതുക്കെ പതുക്കെ മൊത്ത ഗ്രാമവും സ്വർണമായി മാറി. ഇത് വളരെ അത്ഭുതമായിട്ടുണ്ടല്ലോ. വളരെ നന്ദിയുണ്ട് മോനെ, വളരെ വളരെ നന്ദിയുണ്ട്. എല്ലാരും വളരെ സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും വളരെ സന്തോഷമായി. സ്വർണത്തിലുള്ള വീടോ? നമ്മൾ പണക്കാരായിരിക്കുന്നു. എന്റെ ദൈവമേ, ഇത് സ്വർഗമാണോ? എല്ലാരും സ്വർണം കണ്ട് വളരെ സന്തോഷിച്ചു. ശിവ ഒരു വയസ്സായ അമ്മുമ്മയാണ്. അവർ വളരെ സങ്കടത്തോടെ കവിരാജിനെ കാണാനായി വന്നു. നീ ഇതെന്താ ചെയ്തു വച്ചിരിക്കുന്നത് മോനെ? ഞാൻ എല്ലാവർക്കും സഹായമല്ലേ ചെയ്തിരിക്കുന്നത്. ഇല്ല മോനെ, ഇവിടെ നോക്ക്. ആഹാരവും സ്വർണമായി മാറി, പിന്നെ വെള്ളവും സ്വർണമായി മാറി. നമ്മളെല്ലാം മനുഷ്യരല്ലേ? ആഹാരവും വെള്ളവും ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇത് കാരണം ഈ മൊത്ത ഗ്രാമവും കഷ്ടത്തിലാകും മോനെ. ഇത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു ജനങ്ങളെ നമ്മൾ സഹായിച്ചാൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ മൊത്ത ഗ്രാമം സ്വർണമായിട്ട് മാറ്റിയത്. ഇപ്പൊ എല്ലാം തന്നെ പഴയതുപോലെ മാറ്റിയേക്ക് മോനെ. അമ്മേ, പക്ഷെ അത് എന്റെ കയ്യിലല്ല ഉള്ളത്. അമ്മേ, എനിക്ക് വരമുള്ളത് സ്വർണങ്ങളായിട്ട് മാറ്റാൻ മാത്രമേ തന്നിട്ടുള്ളൂ. ദൈവമേ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ പൈസ മാത്രം ഉണ്ടായാൽ മതി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. എനിക്ക് കുറെ സ്നേഹം കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ആ വയസ്സായ അമ്മുമ്മ ദേവിയായും പ്രത്യക്ഷപ്പെട്ടു. നീ ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായി കവിരാജ്. ജീവിതത്തിൽ പണത്തിനേക്കാളും സ്നേഹവും പരിചരണയുമാണ് വലുത്. ഞാൻ എന്റെ വരം നിന്റെ കയ്യിൽ നിന്നും തിരിച്ചെടുത്തിരിക്കുന്നു. ഈ ഗ്രാമവും പഴയതുപോലെ മാറിയേക്കും. ഞാൻ നിന്നെ ആശീർവദിക്കുകയാണ് മോനെ. നിന്റെ ജീവിതം മുഴുവൻ നിനക്ക് സ്നേഹവും സന്തോഷവും എപ്പോഴും കിട്ടും. നീ ജീവിതം മുഴുവൻ എപ്പോഴും സന്തോഷവാനായിരിക്കും കവിരാജ്. കവിരാജ് ദേവിയെ വണങ്ങി. പിന്നീട് അവർ അപ്രതീക്ഷിതമായി. എല്ലാം പഴയതുപോലെ ആയി. ശ്യാം അങ്കിളിനെ ഒഴിച്ച് മറ്റെല്ലാവരും ആശ്ചര്യത്തിലായി. മോനെ, എന്റെ വീട് അത്ര വലുതൊന്നല്ല. നീയും എന്റെ മോനെ പോലെ തന്നെയാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ നോക്കിക്കോളാം മോനെ. കവിരാജിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഏത് സ്നേഹത്തിനും പരിചരണയ്ക്കുമാണോ അവൻ ആഗ്രഹിച്ചത്, അത് അവന് കിട്ടി. കവിരാജിന് ഒരു കുടുംബം കിട്ടി.